നമുക്കിന്നൊരു വെജിറ്റേറിയൻ ഊണ് റെഡിയാക്കിയാലോ? കടിച്ചു പറക്കാൻ എന്തെങ്കിലും ഇല്ലാതെ ഒരു കിഡ്ലൻ ലഞ്ച്. അതാണ് എൻ്റെ ഉദ്ദേശം. മുരിങ്ങയിടല ഇന്നലെ ഇവിടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടിയതാ. ഇവിടെ പൊട്ടുമിക്ക എല്ലാ പച്ചക്കറിയും കിട്ടും. കുഞ്ഞാപ്പൂനെ കാണുന്നുണ്ടോ നിങ്ങൾ? മുകളിൽ കണ്ടോ? നമുക്ക് ആദ്യം അരി ഒന്ന് വെച്ചതിന് ശേഷം മുരിങ്ങയിടല ഊരാം. കുറച്ച് നേരത്തെ പണിയുണ്ടത്. ഞാൻ ഇടയ്ക്ക് വിചാരിക്കും, ഈ മുരിങ്ങയിടല ആക്ച്വലി കുറച്ച് അണ്ടർ റേറ്റഡ് അല്ലേ? പുള്ളിയുടെ അത്ര പോഷക ഗുണമുള്ള വേറൊരു ഇലയില്ല എന്ന് വേണമെങ്കിൽ പറയാം. വൈറ്റമിൻ എ തൊട്ട് സെഡ് വരെ കുറച്ച് ആൽഫബറ്റ്സേ പുള്ളിയുടെ ഇല്ലാത്തേ ഉള്ളൂ. പിന്നെ അയൺ, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, കാൽഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് വേറെ. എന്നിട്ടും എന്താ പുള്ളിക്കൊരു വിലയില്ലാത്ത? ഈ കാണുന്ന തൊടിയിൽ മുഴുവൻ അവൈലബിൾ ആയിട്ടാണോ? ഇതുകൊണ്ടാണോ ഈ അവൈലബിലിറ്റി കൂടിയ നമ്മുടെ വില കുറയെന്ന് പറയുന്നത്? ഓ, ഇതെന്താ തീരാത്ത? മടുത്തു. ബാക്കി ഇല നമുക്ക് അരച്ച് കലക്കി കുടിക്കാം. ഉപ്പേരിക്ക് തൽക്കാലം ഇത്ര മതി. ഇനി സിമ്പിൾ. ടേക്ക് എ മൺചട്ടി, ആഡ് സം കോക്കനട്ട് ഓയിൽ, ആഡ് 1 സവാള, ആഡ് സോൾട്ട്, കടുവറ, then turmeric powder, chilli powder until പച്ചമണം goes, again കടുവറ, then add 1 തേങ്ങ, കടുവറ. അതിനുശേഷം നമ്മൾ മുരിങ്ങയില ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. എപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞാലും എനിക്ക് അച്ചുവിൻ്റെ അമ്മയിലെ ഈ ഒരു ഡയലോഗ് ഓർമ്മ വരും. അതെന്താ ബെസ്റ്റ്. ഇതിപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ആ നേരം കളയാതെ ഒരു മാങ്ങാ ചമ്മന്തിയും കൂടെ അരയ്ക്കാം. അയ്യവ, നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല ചൊടിയുള്ള മാങ്ങാ ചമ്മന്തി. ഇനി എന്ത് വേണം ചോറിനാൻ? വിഷ്ണുവിനെ കഴിക്കാൻ വിളിച്ചപ്പോൾ പുള്ളി ഒരു മീറ്റിങ്ങിലാ. ആ നേരം കൊണ്ട് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. പിന്നെ ഒരു 4 കൊണ്ടാട്ടമുളകും ഒരു 2 പപ്പടം കാച്ചും ചെയ്യാം. അങ്ങനെ നമ്മുടെ ശാപ്പാട് റെഡി. ചോറ് വിളമ്പുന്നോടത്ത് എന്താ പുട്ടുകുറ്റിക്ക് കാര്യം എന്നല്ലേ ഈ ഒരു ഷേപ്പ് കിട്ടാൻ. ഹോ, എൻ്റെ ഈ ഐഡിയനെ വിഷ്ണു ആഞ്ഞു പുറ്റിച്ചേർന്നേ. അങ്ങനെ ചോറും മുരിങ്ങയില ഉപ്പേരിയും മാങ്ങാ ചമ്മന്തിയും കൊണ്ടാട്ടം വറുത്തതും കടുക് കറി, മോര് കറിയും പപ്പടം വറുത്തതും കടുക് കുറച്ച് കൂടിപ്പോയി. കൂട്ടി അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ. ഓ, ആ മാങ്ങാ ചമ്മന്തി ഒരു രക്ഷയുണ്ടായിരുന്നില്ലേ? ആ കൊണ്ടാട്ടങ്ങളൊക്കെ എന്താ റോക്കറ്റ് വിടാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നു.